മലയാള സിനിമയിൽ പുതിയ കാലത്ത് സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നു. സിനിമയിൽ സ്ത്രീകൾ നേരിടേണ്ടി വന്ന ലൈംഗിക ചൂഷണമാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം ഇപ്പോൾ ഏവരും ഓർത്തെടുക്കുകയാണ്. സ്ത്രീകൾക്കെതിരായ മോശം പെരുമാറ്റം കൈകാര്യം ചെയ്യുന്നതിൽ വിട്ടുവീഴ്ച കാണിക്കാതിരുന്ന ഒരു മഹാനടൻ സംവിധായകൻ ഹരിഹരന്റെ ഓർമ്മയിലുണ്ട്. സത്യനേശൻ നാടാർ എന്ന സത്യൻ. എം കൃഷ്ണൻ സംവിധാനം ചെയ്തിരുന്ന കാർത്തിക എന്ന സിനിമയുടെ ചിത്രീകരണം മങ്കൊമ്പിൽ നടക്കുന്നു. സഹസംവിധായകരായി ഹരിഹരനുമുണ്ട്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നപ്പോൾ അവിടെ വലിയ ആൾക്കൂട്ടം. സിനിമാ ചിത്രീകരണത്തിൽ അസൽ കടത്തുകാരനായി മാറി ആളുകളെ തോണി തുഴഞ്ഞ് കടവ് കടത്തുകയായിരുന്നു സത്യൻ. ഷൂട്ടിങ്ങിന് മുന്നോടിയായി നടക്കുന്ന പരിശീലനം കാണാനാണ് വൻ ജനാവലി എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനിടയിൽ ഷൂട്ടിംഗ് കാണാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു റൗഡി നായികയായ ശാരദയെ ഇടയ്ക്കിടെ കമന്റ് അടിച്ച് ശല്യം ചെയ്യുന്നു. ഉപദ്രവം സഹിക്ക വയ്യാതെ ശാരദ പലതവണ മാറിയിരിക്കുന്നത് സത്യൻ ശ്രദ്ധിച്ചു. കമന്റടി അതിരുവിട്ടപ്പോൾ സത്യന് തനു സ്വരൂപം പുറത്തെടുക്കേണ്ടി വന്നു. ചാടി വീണ് അവന്റെ കുത്തിന് പിടിച്ച് മാറ്റി നിർത്തി ഒരൊറ്റ ചവിട്ട്. റൗഡി തെറിച്ച് ആൾക്കൂട്ടത്തിനിടയിലേക്ക് മലർന്നു വീഴുന്നു. നിനക്ക് അമ്മയും പെങ്ങളും ഒന്നും ഇല്ലേടാ എന്ന് പറഞ്ഞ സത്യൻ ആക്രോശിച്ചു. എല്ലാം കണ്ട് ജനം അമ്പരന്ന് നിന്നു. ഇത് സിനിമയല്ല, യാഥാർത്ഥ്യമാണെന്നും ബോധ്യമായി. സത്യനിലെ പഴയ സബ് ഇൻസ്പെക്ടർ ഉയർത്തെഴുന്നേൽപ്പാണ് അവിടെ കണ്ടത്. ധീരത കൊണ്ടും ആജ്ഞാശക്തി കൊണ്ടും ഏത് കൊലകമ്പനെയും കീഴടക്കുന്ന ഒരു മാന്ത്രിക ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്ത്രീകളെ അപമാനിക്കുന്നിടത്ത് മാത്രമല്ല, അനീതി കാണുന്നിടത്തെല്ലാം മുഖം നോക്കാതെ പ്രതികരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു സത്യനെന്ന് ഹരിഹരൻ ഓർമ്മിക്കുന്നു. ഇനി കഥയുടെ ടെയിലെൻഡ് കൂടി ഹരിഹരൻ ഓർത്തെടുക്കുന്നുണ്ട്. സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ മര്യാദക്കാരനായി മാറിയ റൗഡിയെ കണ്ടാണ് സത്യൻ മടങ്ങിയത്. പുതിയ സിനിമാ കാലം അഡ്ജസ്റ്റ്മെന്റുകൾക്കും കോംപ്രമൈസിനും വഴിമാറുമ്പോൾ മലയാള സിനിമയുടെ പ്രതാപകാലത്തെ നയിച്ചവർ ഇങ്ങനെയൊക്കെയാണ്.